കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനിടയിൽ പാലമായി നിൽക്കാൻ നിക്ഷിപ്തനാണ് ഞാൻ. അല്ലാതെ കേരളത്തിൻ്റെ പാരയായി നിൽക്കലല്ല എൻ്റെ പണി. അങ്ങ് ഈ മധ്യസ്ഥം വഹിച്ചതിനെ ചൊല്ലി വലിയ വിവാദം വരുന്നു. അങ്ങയല്ലേ ശരിക്കും ജോൺ ബ്രിട്ടാസാണ് ശരിക്കുമുള്ള മുന്ന എന്നാണ് പൊതുവിൽ ഉയർന്ന ഒരു വിമർശനമായി വരുന്നത്. അതൊക്കെ കാണുന്നുണ്ടോ? എന്താണ് പ്രതികരണം? അല്ല, അതിപ്പം ആരോ പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ത് നിലവാരം നമ്മൾ പുലർത്തണം എന്നൊക്കെ ഉള്ളത് അവർ തീരുമാനിക്കണം. അതായത് ഡൽഹിയിൽ പാർലമെൻറ്റിൽ BJPനെയും RSSനെയും ഒക്കെ ശക്തിയുക്തം എതിർക്കുന്നത് ആരാണെന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അവരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. പിന്നെ ഈ കുറച്ച് ലീഗ് അണികളും കുറച്ച് സൈബർ പിന്നെ പോരാളികളും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഈ വളരെ അശ്ലീല സംബന്ധമായ കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ നിരന്തരം കാണും. തടഞ്ഞു വച്ചിരിക്കുന്ന ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചർച്ച നടത്തും. അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ്. ഇപ്പോഴും ഞാൻ ധർമ്മേന്ദ്ര പ്രധാനെ അവിടുന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഈ വിവാദം ഇവർ ഉണ്ടാക്കുന്നത്, ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചു. മാത്രവുമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് PMCAയിൽ ഒപ്പുവെപ്പിച്ച് ഫണ്ട് കൊടുപ്പിച്ചതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. അതായത് കമാന്നൊരു എതിർപ്പ്, ഒരു വിയോജിപ്പ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പ്രകടിപ്പിക്കാതെ PMCയിൽ ഒപ്പുവെച്ച് ആയിരക്കണക്കിന് കോടി രൂപ ആ സംസ്ഥാനങ്ങൾ വാങ്ങിയെടുത്തു. അത് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിലാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. അത് മന്ത്രിയോട് വേണം നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ രാജസ്ഥാൻ മാത്രമല്ലേ ഇവർ ഒപ്പിട്ടിട്ടുള്ളൂ, കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ടിട്ടുള്ളൂ. രാജസ്ഥാൻ മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഒപ്പിട്ടല്ലോ. ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് രാജസ്ഥാനിലെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടക, തെലുങ്കാന ഇവർക്കെല്ലാം കിട്ടുന്നില്ലേ? യഥേഷ്ടം എത്രയോ പണം കിട്ടുന്നു. രാജസ്ഥാനിൽ മാത്രം ഒരു വർഷം 3000 കോടിയില്ലേ? പിന്നെ ആര് BJPക്കാർ? അതേതാ BJPക്കാരാണ്. ആരാ BJPക്കാർ? കോൺഗ്രസ്സുകാർ BJPക്കാരാ. അത് ഭരണകാലത്താണ് ഒപ്പിട്ടത്. അതെ, ആര് രാജസ്ഥാനിലും മറ്റേ രാജസ്ഥാൻ ഒഴികെയെന്ന് പറയുമ്പോൾ അവരൊപ്പിട്ടില്ലേ? ഇത് രാജസ്ഥാൻ എന്താ സംസ്ഥാനമല്ലേ? ഒരു സെക്കൻഡ്. അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനിടയിൽ പാലമായി നിൽക്കാൻ നിക്ഷിപ്തനാണ് ഞാൻ. അല്ലാതെ കേരളത്തിന്റെ പാരയായി നിൽക്കലല്ല എൻ്റെ പണി. കേരളത്തിന് സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ചോദ്യം എന്തായിരുന്നു? സമഗ്ര ശിക്ഷയിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് കിട്ടുക എന്നുള്ളതായിരുന്നു. അതാണ് എൻ്റെ ചോദ്യം. അതായിരുന്നല്ലോ, അല്ല PMC അല്ല ചോദ്യം. അല്ല, ഞാൻ എങ്ങനെ ചോദ്യം ചോദിക്കണം, എങ്ങനെ അവിടുത്തെ എൻ്റെ അവതരിപ്പിക്കണം എന്നല്ലേ ഞാൻ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്തോ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത് എന്ത് പറയുന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാവുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ലീഗുകാരൻ്റെയും സർട്ടിഫിക്കറ്റ് ജോൺ ബ്രിട്ടാസിന് വേണ്ട. ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോയ ആളാണ്. ഇവിടുത്തെ ലീഗുകാർ ഇവിടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ അംബാസഡർമാർ രാജീവ് ചന്ദ്രശേഖറും മുരളീധരനുമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ചന്ദ്രയ്ക്കെതിരെയുള്ള ED കേസ് എങ്ങനെ ആവിയായിപ്പോയി? പഴയ നേതാവ് തങ്ങളെങ്ങനെയാണ് മാനസികമായി തകർന്നു പോയത്? BJPയായിട്ട് നിരന്തരം ഒപ്പുവെച്ച് നിരന്തരം സന്ധി ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. മുത്തലാഖ് ബില്ല് എന്ത് സംഭവിച്ചു? ചരിത്രം എടുത്തു നോക്ക്. അത് മാത്രമല്ല, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, KC വേണുഗോപാൽ തൻ്റെ രാജ്യസഭാ സ്ഥാനം ആർക്കാ വെച്ച് നീട്ടിയത്? കോൺഗ്രസിൽ നിന്ന് BJP ചേർന്ന വിദ്വാനല്ലേ കൊടുത്ത്? അയാളിപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ? അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച പാർലമെൻറ്റിൽ നടന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും DMK ഇടതുപക്ഷവും ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിക്ക് സ്തുതി പാടിയവരല്ലേ കോൺഗ്രസ്സുകാർ? ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് പറയുന്ന കേക്ക്, ക്ഷമയോടെ കേക്ക്. ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാമക്ഷേത്രത്തിൻ്റെ ഒരു അടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത്? കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ ഓരോ ദിവസം നരേന്ദ്രമോദി സ്തുതിയല്ലേ പറയുന്നത്?
ഈ പറയുന്ന AICC ജനറൽ സെക്രട്ടറിയുടെ കൂടെ തോളോട് തോൾ ചേർന്നല്ലേ ഈ ശശി തരൂർ ഇരിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ കാണുന്നില്ലേ? പരിഹാസമല്ലേ?